ഉഷ എന്ന കമ്പനിയുടെ കൂൾ ബോയ് എന്ന മോഡൽ നെയിമിലുള്ള കൂൾ ബോയ് ഡിലക്സ് 22 ലിറ്ററിൻ്റെ എയർ കൂളറാണെന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ഒരു എയർ കൂളർ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല കമ്പനി തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഉഷ തിരഞ്ഞെടുത്തത്. സൈറ്റ് വാറണ്ടി ഉള്ളൊരു കമ്പനി, നല്ല അടിപൊളി കമ്പനി തന്നെയാണ് ഉഷ. അപ്പോൾ ഉഷ കൂൾ ബോയ് എന്നാണ് എൻ്റെ പേര്. കൂൾ ബോയ് DLX 22 ലിറ്ററാണ് വാട്ടർ കപ്പാസിറ്റി വരുന്നത്. ഏകദേശം മാർക്കറ്റിൽ ഇതിന് 5500 രൂപയോളം വില വരുന്നുണ്ട്. നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ വില 5500 ഞാൻ പറഞ്ഞിരുന്നു. അതിൽ കുറച്ചും വില മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലോവർ, അതിൻ്റെ കാറ്റ്, ആ ഒരു ബ്ലോവർ തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ കാറ്റ് ഏകദേശം 6 അടിയോളം ദൂരത്തേക്ക് വരെ എയർ ത്രോ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ബ്ലോവർ ഫാൻ തന്നെയാണ് അതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നതെന്നും അവകാശപ്പെടുന്നു. ഹണികോബാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഹണികോബ് എന്ന് പറഞ്ഞാൽ ബേക്കിലുള്ള വെള്ളം കിനിഞ്ഞിറങ്ങുന്ന, അതിലൂടെ കാറ്റ് പ്രവഹിച്ചുകൊണ്ടാണ് ഇത് കൂളിംഗ് ആവുന്നത്. അപ്പോൾ ആ ഹണികോബ് എന്നുള്ള ഫീച്ചറാണ് ഉപയോഗിച്ചിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ തുണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ തുണി നനഞ്ഞുകൊണ്ടാണ് ഈ ഒരു കൂളിംഗ് നമുക്ക് റൂമിലേക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഹണികോബ് എന്നുള്ള ഒരു തെർമോകോൾ എന്ന് പറയാൻ പറ്റില്ല, കാർഡ്ബോർഡ് പോലെയുള്ള ഒരു മെറ്റീരിയലാണ് അത് നിർമ്മിച്ചിരിക്കുന്ന. ഹണികോബിലൂടെയാണ് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം നടക്കുന്നത്. കിനിഞ്ഞിറങ്ങുന്ന വെള്ളത്തിൻ്റെ സ്റ്റോറേജ് നടക്കുന്നത്, അതിലൂടെ കാറ്റ് പ്രവഹിക്കുമ്പോഴാണ് കൂളിംഗ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ബേക്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. മറ്റൊന്ന്, സാധാരണ ഇപ്പോൾ വരുന്ന എല്ലാ കമ്പനികളും ഈ ഒരു ഫീച്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എയർ കൂളുകൾ. അതിൻ്റെ പറ്റുള്ള ഇവർ കാണിക്കുന്നത് ഒരുപാട് ഇവരുടെ ഡിസൈനുകൾ വ്യത്യാസം വരുന്ന ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്, അതായത് ഹൈറ്റിലും ഒക്കെ. അതുപോലെ തന്നെ ഫാന് ബ്ലോവർ ടൈപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വലിയൊരു ടർബൈൻ്റെ ഒരു പോലത്തെയുള്ള ബ്ലോവറാണ് തിരിയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഫാനല്ല തിരിയുന്നത്, ബ്ലോവറാണ്. നീളത്തിലുള്ള ഒരു സംഭവം. അതാണ് ഫാൻ്റെ ഒരു ഘടന. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അടിയിലായിരിക്കും മോട്ടർ ഉണ്ടാവുക. 3 സ്പീഡാണ് ഇതിന് വന്നിരിക്കുന്ന ഫാനിന്, മോട്ടറിന് വന്നിരിക്കുന്ന 3 വേരിയൻറ്റിലുള്ള സ്പീഡാണ്. നോർമൽ, മീഡിയം, ഹൈ. അങ്ങനെ ബോഡി വന്നത് തെർമോപ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ 4 ട്രോളി ടൈപ്പ് വീലും ഇതിന് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ ഫങ്ഷൻസ് മറ്റൊന്ന്, നമുക്ക് റൊട്ടേഷൻ ചെയ്യാനൊക്കെ കഴിയുന്ന 2 ടൈപ്പ് ഫങ്ഷൻ ബട്ടണുകളാണ് ഇതിനകത്ത് വരുന്നത്. 8.5 kg ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. 105 വാട്ട്സാണ് പവർ കൺസംഷൻ വരുന്നത്. 105 വാട്ട്സ്. 1 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. അറ്റ് സർവീസ് ആയിരിക്കും. അറ്റ് സർവീസ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്തു തരും. സർവീസ് ലൈഫ് ടൈം ഉണ്ട്, 1 വർഷം സൗജന്യമായിരിക്കും എന്ന് മാത്രം. ലൈഫ് ടൈം സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ടോൾ ഫ്രീ നമ്പർ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ അവർ വന്ന് നിങ്ങൾ സർവീസ്. ഇതാണ് ഇതിൻ്റെ 2 ഫംഗ്ഷനുകൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ സൈഡിൽ കാണുന്നത് ഓഫ്, ഹൈ, മീഡിയം, ലോ എന്ന് കാണുന്നത് അതിൻ്റെ ഫാൻ്റെ സ്പീഡ് മാത്രമാണ്. മറ്റേ നോബ് അതിൻ്റെ ഫങ്ഷനെ സൂചിപ്പിക്കുന്നു. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിലൊന്ന് വരുന്നത് ഓഫ്, അതായത് കൂളിംഗ് സിസ്റ്റം മൊത്തത്തിൽ ഓഫ് ചെയ്യുന്നു. മറ്റൊന്ന് സ്വിങ് എന്നുള്ള ഫങ്ഷൻ വരുമ്പോൾ ഇത് 2 ലെഫ്റ്റും റൈറ്റിലും ഇതിൻ്റെ കാറ്റിനെ തിരിച്ചുകൊണ്ട് കാറ്റ് വരുന്നു. അതിൻ്റെ കൂടെ പമ്പ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട് ചേർന്ന് കൊടുക്കുമ്പോൾ അതിനകത്ത് കൂളിംഗ് നടക്കുന്നു. ഇങ്ങനെ 3 ഫങ്ഷൻസാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ വാറണ്ടി കാർഡ് കാണാം നിങ്ങൾക്ക്. വാറണ്ടി കാർഡ്, ഈ വാറണ്ടി കാർഡ് സൂക്ഷിക്കണം, നിർബന്ധമാണ്. വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി ലഭിക്കുകയുള്ളൂ. 1 ഇയറാണ് കമ്പനി വാറണ്ടി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് വെള്ളം ഒഴിക്കുന്ന ട്രേ ആണ്. ഇതിലൂടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതും ഐസ് ക്യൂബ് ഇടുന്നതും ഒക്കെ ഈ ട്രേയിലാണ്. ഇതാണ് ഇതിൻ്റെ നോബ് സിസ്റ്റം വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഓവർഫ്ലോ, തുളുമ്പിപ്പോകുന്ന വെള്ളം ടാങ്ക് നിറഞ്ഞ് തുളുമ്പി പോകാനുള്ള ഒരു ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് തുറന്നാൽ ഓവർഫ്ലോ ആയിട്ട് വെള്ളം പുറത്തേക്ക് വരും. അത്രയും നമ്മൾ കൊടുക്കേണ്ട. താഴെ ഒരു സിഗ്നൽ ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ ലെവൽ നമ്മൾ ഫ്രണ്ടിൽ ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ ലെവലിൽ നിർത്തിച്ചാൽ മതി വെള്ളം. അതിൻ്റെ ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ നമുക്കറിയാലോ, ഫ്രണ്ടിൽ അതിനൊരു വാട്ടർ ലെവൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഹണികോബ് എന്ന സംഭവം. ഈ ഒരു സംഭവം, ഇതിനൊരു ഫ്രണ്ടിൽ ഫിൽറ്റർ ഉണ്ട്, ഒരു തുണി കൊണ്ടുള്ള ഫിൽറ്ററാണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹണികോബ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി കൊടുക്കാം. നമ്മൾ റിമൂവ് ചെയ്ത് വേറെ പുതിയ ഹണികോബ് ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഹണികോബാണ് ഇതിൻ്റെ കമ്പനി കൊടുത്തിരിക്കുന്നത്. അടിയിലൊരു ഡ്രെയിൻ പ്ലഗ് ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തത്തിൽ ഒഴിവാക്കാം. ടാങ്കിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള ഒരു പ്ലഗ് താഴെ കൊടുത്തിട്ടുണ്ട്, ഡ്രെയിൻ പ്ലഗ്. അത് ഒഴിവാക്കണമെങ്കിൽ പൂർണ്ണമായും വെള്ളം ഒഴിവാക്കും. ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. അതിനുശേഷം ആ പ്ലഗ് വെച്ചിട്ട് അടച്ചു വെക്കുക. ഇതിലൂടെയാണ് കാറ്റ് ഉള്ളോട്ട് കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് ഹണികോബ്. അതാണ് നനഞ്ഞിരിക്കുന്നത്. നനഞ്ഞിരിക്കുന്നതിലേക്ക് ഈ കാറ്റ് കയറിയിട്ടാണ് അപ്പുറത്തോടെ പുറത്തേക്ക് വരുന്നത്.
ഇത് നമുക്ക് മുകളിൽ പൊക്കിയാൽ ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൊതുവേ ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് ഇട്ടിരുന്നു മെക്കോയ് എന്ന കമ്പനിയുടെ കൂളറിനെ പറ്റിയിട്ട്. ഇതേ സെയിം സിസ്റ്റം തന്നെയാണ്, പക്ഷേ ബ്രാൻഡിൽ മാത്രം വ്യത്യാസമുണ്ട്, അതിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട്. 4 വീല് വരുന്നുണ്ട്. 4 വീലിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കൊണ്ടെടുക്കാം. അങ്ങനെ എടുത്ത് പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടയർ വരുന്നുണ്ട്, നല്ലൊരു വീല് വരുന്നുണ്ട്, അതിൻ്റെ സുഖമായിട്ട് നമുക്ക് അങ്ങോട്ടും കൊണ്ടെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടേജാണ് കാണുന്നത്. ഫ്രണ്ടേജിൽ കാറ്റ് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഉഷ എന്ന കമ്പനി, അടിപൊളി. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും വേണ്ടി വീണ്ടും കണ്ടുപിടിക്കാം. ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.